ഇവരോട് എങ്ങനെ ദേഷ്യം നമ്മളെ ഒരപ്പൻ അറിയാലോ ഇത്രയും ഭാര്യയോടാണോ എനിക്കിപ്പോൾ അനിയനോടാണോ ഏറ്റവും കൂടുതൽ ദേഷ്യം? എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും കണ്ടില്ല. ആ സങ്കടത്തിൻ്റെതായ ഒരു ഇത് കുറവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അട്രാക്ഷൻ. എറണാകുളം ആലുവയിൽ നടന്ന സംഭവത്തിൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ മനുഷ്യന് യാതൊരു കുലുക്കവും ഇല്ല. അയാൾക്ക് ശരിക്കും പറഞ്ഞ വിഷമം ഉണ്ടോ എന്ന് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. ശരിക്കും ഇത്രയും ഒരു വലിയ സംഭവം ആ ഒരു വീട്ടിൽ നടന്നിട്ട് പുള്ളി വളരെ കൂളായിട്ട് വന്ന് കൈയൊക്കെ കെട്ടി നിന്നിട്ട് പുള്ളി വന്നിട്ട് സംസാരിക്കുവാണ്. ഈ പറയുന്ന അയാളുടെ സ്വന്തം അനുജൻ്റെ അടുത്ത് അയാൾക്ക് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം പോലും അയാളുടെ ഒരു മറുപടിക്ക് ഒരു വ്യക്തതയില്ല. കാര്യം ഇങ്ങനെയുണ്ടോ മനുഷ്യൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കാൻ ഒരു പരിധി വരെ കാരണം ഇയാൾ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. പകുതി സമയം പുള്ളിക്കാരൻ വെള്ളം അടിച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പല ആൾക്കാരും പറയണത്. എന്തായാലും പുള്ളി തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ മദ്യവെക്കുന്ന കാര്യത്തിൽ എൻ്റെ അനുജന്മാർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുമുണ്ട്. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. കേരളീയം ന്യൂസ് എന്ന് പറയുന്ന ചാനലിനകത്താണ് ഈ പുള്ളിയുടെ ഇൻ്റർവ്യൂ വന്നത്. ഇതിൻ്റെ ഫുൾ പാർട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കാണാം. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇവരോട് എങ്ങനെ ദേഷ്യം നമ്മളെ ഒരപ്പൻ അറിയാലോ ഇത്രയും ഭാര്യയോടാണോ എനിക്കിപ്പോൾ അനിയനോടാണോ ഏറ്റവും കൂടുതൽ ദേഷ്യം? എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു. ഭാര്യയുടെ അമ്മയോടും ചേച്ചിയോടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എൻ്റെ അനിയനോട് തന്നെയാണ്. ഈ ഒരു മറുപടി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് അങ്ങേറെ മുഖത്ത് ഈ പറയുന്നത് വേണ്ടിയിട്ടുള്ള വിഷമോ കാര്യങ്ങളോ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് മാത്രം തോന്നാത്തതിൻ്റെ കുഴപ്പമല്ല. ഒരുപാട് ആൾക്കാർ ഇത് തന്നെയാണ് പോയി അവിടെ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഇയാളാണ് ഇതിൻ്റെ മെയിൻ കാരണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇയാളല്ലേ ആ ഒരു കുടുംബം നോക്കേണ്ടത്. ആ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു, ഇതെല്ലാം ഇയാളാണ് തിരക്കേണ്ടത്. ഇയാൾ പകുതി സമയത്ത് ഈ വീട്ടിലില്ലായിരുന്നു. പിന്നെ ഉള്ള സമയത്താണെങ്കിൽ ഇയാൾ വെള്ളമടിച്ച് ഇയാൾ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. ഇത് തന്നെയാണ് സംഭവം, അല്ല വേറെ ഒന്നുമല്ല. ശരിക്കും ഇയാളുടെ കയ്യിലെ വഴികേട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്നോട് പറയായിരുന്നു. അതിനൊത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ചേട്ടൻ എന്നുള്ളത്. ചേട്ടനോട് എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. ഒരിക്കലും അവനെ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കില്ല. പക്ഷേ ഇപ്പം ഒരിക്കലും അവനിൽ നിന്ന് പ്രതീക്ഷയില്ല. എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു എന്ന്. അവനെ ഒന്നും വന്നിരുന്ന് ന്യായീകരിക്കുന്ന രീതി നിങ്ങൾ സംസാരിക്കരുത്. ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് പോലും നിങ്ങൾ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത്. നമ്മുടെ ഇത് ഇപ്പം വന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇവൻ എങ്ങനെ അവിടെ പോകുമ്പോൾ ഇവൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു ഇദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്. ഇവൻ തളർന്നു വീഴുമോ എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അവൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു എന്ന്. ഇല്ല, അവൻ അന്നേരം കരച്ചിൽ തന്നെയായിരുന്നു. ഞാനും അവനൊരു കാര്യം തന്നെയായിരുന്നു. എന്നെ പുറത്തിറക്കാതെ അവനാണ് അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇവിടെയും ഇയാൾ ഈ പറയുന്ന അനുജൻ എന്ന് പറയുന്ന നാറിയെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുവാണെന്ന് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു സംഭവം നടന്ന സമയത്ത് അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പുള്ളിക്കാരൻ ഈ അനുജൻ എന്ന് പറയുന്ന നാറിയും കൂട്ടിക്കൊണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വ്യക്തിയുടെ ഉള്ളിൽ സംശയമായിരുന്നു ഇവൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇവൻ ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇവൻ അത് കാണുമ്പോഴത്തേക്ക് ഇവന് സഹിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് നല്ല ഉള്ളിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ ആ ഒരു സ്ഥലത്ത് ചെന്ന സമയത്ത് പോലും ഇവർ യാതൊരു കൂസലില്ലാതെയായിരുന്നു ഈ ഒരു അനുജൻ എന്ന് പറയുന്നവൻ നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ നാട്ടിലുള്ളൊരു പുള്ളി പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ മൂത്ത ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ അന്ന്. വല്ലോ ഞാൻ എപ്പോഴും പറയാം, ആ സാഹചര്യം ഉണ്ടായി. ഞാൻ ആ പാലത്തിൻ്റെ അടുത്ത് ചെല്ലണ സമയത്ത് ഇവൻ്റെ മുഖത്ത് അപ്പം ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവൻ എങ്ങനെ ഇത് സഹിക്കും, ആര് ഈ പയ്യൻ എങ്ങനെ സഹിക്കും, അവൻ എങ്ങനെ ഇതിൽ നിന്ന് റിക്കവറി ആവും എന്നുള്ള രീതിയായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും കണ്ടില്ല. ആ സങ്കടത്തിൻ്റെതായ ഒരു ഇത് കുറവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അട്രാക്ഷൻ, കാരണം നല്ല രീതിയിലുള്ള ഇത് അന്നേരം വരെ നല്ല രീതിയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ രീതിയിലുള്ള ഇതൊന്നും നമ്മൾ അവൻ്റെ കണ്ടില്ല. മുഖഭാവത്തിലോ ഇവിടുത്തെ കരച്ചിലോ കാര്യം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം കേട്ടല്ലോ, ഇത് കണ്ടു നിന്ന വ്യക്തിയാണ് പറഞ്ഞത് അവന് യാതൊരുവിധ കുഴപ്പവും ഇല്ലായിരുന്നുവെന്ന്. സത്യം പറഞ്ഞാൽ അവൻ അഭിനയിച്ച് വന്നിരുന്ന് കരയുമായിരുന്നു. അതും പോരാത്തതിന് ഇപ്പം ഈ മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ഇയാളുടെ ഒരു സംസാരവും നിപ്പും പടുതിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇയാൾക്ക് വലിയ ഒരു കുഴപ്പമില്ലാത്തൊക്കെ ഒരു രീതിയിലാണ് ഇയാൾ പറയുന്നത് എനിക്കിനി ഒരു മൂത്ത കുട്ടിയുണ്ട്, ഞാൻ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ്. ആ വീട്ടിൽ സംഭവിച്ചതിനെ പറ്റിയിട്ട് ഒരു രീതിയിലും അയാൾ ഒന്നും പറയുന്നില്ല. അയാൾ രണ്ട് തെറി പോലും ഇയാൾ വന്നിരുന്ന് പറയുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇവരുടെ ഫാമിലി മൊത്തത്തിൽ ഫ്രോഡുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെയാണോ വന്നിരുന്ന് പ്രതികരിക്കുന്നത്?
ഒരു കൂസലുമില്ലാതെ വന്നിരുന്ന അയാൾ സംസാരിക്കുവാണ്. ഇതാണ് സത്യം പറഞ്ഞ ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാര്യ ഈ ജയിലിലാകുന്നു, അടുത്ത ദിവസം അനിയൻ പ്രതിയാകുന്നു. ഏറ്റവും ആദ്യത്തെ ദുരം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ അയച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. എവിടെയായിരുന്നു ജോലി? ഞാൻ തിരുവനന്തപുരം. എന്ത് ജോലിയായിരുന്നു അവിടെ? എനിക്ക് അവിടെ ഹൈവേയുടെ വർക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അവിടെ നിന്ന് രാത്രി അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് നേരം വെളുത്തപ്പോഴാണ് ഞാനിവിടെ വന്നത്. നേരം വെളുത്ത് വന്ന് അവിടെ നിന്ന് പല്ല് വരുന്നേക്കാണ് എൻ്റെ അച്ഛനോട് ആശുപത്രിയിൽ പോയത്. അച്ഛനോട് ആശുപത്രിയിൽ പോയി ഞാൻ അവിടെ നിന്ന് രാത്രി ഒരു 8:30 ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോന്നു. പോകുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തലേദിവസം ഉറങ്ങിയിട്ടുണ്ടായില്ല, ഒരു കാര്യം ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ ആരുമില്ല. ആ കാരണം കൊണ്ടാണ് ഞാൻ പോകുന്നത്. എല്ലാവരും അവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് രാവിലെ തന്നെ ഞാൻ പോയി. രാവിലെ പോയി ഒരു 11:30 കഴിയുമ്പോൾ രാവിലെ തന്നെ പോയി 11:30 കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇവരെല്ലാവരും തലേദിവസം ഹോസ്പിറ്റലിൽ നിന്ന കാരണം കൊണ്ട് ഇവർ ടയർഡ് ആയതുകൊണ്ട് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. ഇയാൾക്ക് എങ്ങനെ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു മനുഷ്യനെ മാത്രം വന്നിരുന്ന് ചീത്ത വിളിക്കുന്നതല്ല, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ചോദിച്ചു പോകും. കാര്യം ഈ ഒരു വാർത്ത കേട്ടിട്ട് ഇവരുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ പോലും കരയുവാണ് അല്ലേ. എങ്ങനെ ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിനെക്കാട്ടും ഭേദം നിങ്ങൾ ഒരു ഡയലോഗ് പറയുന്നതായിരുന്നു, അവൻ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, അവൻ എൻ്റെ അനുജൻ തന്നെയല്ലേ, ഞാൻ അവനെ ഉടനെ ജാമ്യത്തിൽ ഇറക്കും. നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. ഇതിനെക്കാട്ടും ഭേദം. ആപ്പത്തെല്ലാം വന്ന് ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ശനിയാഴ്ചയാണല്ലോ, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ പണി കളയണ്ട, ഇവരിന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പോയി നിന്നോളാം എന്നും പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച വൈകുന്നേരം പോയി നിൽക്കണേ. ഞായറാഴ്ച വൈകുന്നേരം പോയി നിന്നിട്ട് ഞാനിവിടെ ഒരു ഇച്ചിരി കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് 5:30 എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ സാധനങ്ങൾ മേടിക്കാൻ പോയതായിരിക്കും. ഈ വീട്ടിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുന്നതിൻ്റെ കുറവുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. കാര്യം ഈ ഒരു മനുഷ്യൻ പലപ്പോഴും ട്രിവാൻഡ്രത്താണ്, ഇങ്ങേർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളമടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഇയാൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല. പോരാത്തതിന് പെണ്ണുമ്പിള്ളയായിട്ട് വലിയ രീതിയിലുള്ള സഹകരണമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ ടൈം ഉടക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇയാൾക്ക് ആ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് പറഞ്ഞാൽ. എൻ്റെ പിള്ളേരെ കൊണ്ട് പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ പോയതായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് കാണാണ്ട് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചത്. അപ്പോൾ അവിടെ പറഞ്ഞ് അവിടെ എത്തിയിട്ടില്ല വന്നു. അത് കഴിഞ്ഞ് അവിടെ ചേച്ചീനെ വിളിച്ചു. അവരൊക്കെ വേറെ വേറെ വീടാണല്ലോ, അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാണാണ്ട് വന്നപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരു 1/2 മണിക്കൂർ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് ഒരു കേസ് കൊടുത്തായിരുന്നല്ലോ. അത് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേലും എന്നെ വനിതാ ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു. ചേച്ചി ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു മാഡം ഇന്ന പോലെയൊക്കെ സംഭവം എന്ന് പറഞ്ഞു. ഓൾറെഡി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവൾ ചെയ്ത് കൂട്ടിയ പോക്കൃത്തരങ്ങൾ അറിയാലോ. ഇനി ഞാൻ വന്നിരുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണമായിരുന്നു. നിങ്ങളായിരുന്നു നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കേണ്ടത്. അതുപോലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിവില്ലാതെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിനകത്ത് ഒന്നും പറയാനില്ല. ഒരു ഉളുപ്പും ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഇയാളെ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണോടെ ഒരു മനുഷ്യരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളം മുഴുവനും ഈ ഒരു വാർത്ത കേട്ടിട്ട് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെയൊക്കെ ഒരു വിഷമവും സങ്കടവും ഒക്കെയാണ് നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവനെ പോലെയുള്ളവന്മാരുടെ അടുത്തൊക്കെ എന്തോ പറയാനാണ്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.